अभी मिला ना। हाँ ये देखो, एक मिनट ये देखो ये मैडम का मोबाइल गिर गया था, रो रहा है मोबाइल। പാവം ഫോൺ ചലോ ടീക്ക് അടിക്കാം മിൽ ഗയാ നാ ചൽ. എന്താണ് പാവം ഫോണ് വീണ് പോയിട്ട് അപ്പോൾ ലൈവായിട്ട് പറയാം. ഞാൻ ഞായറാഴ്ച ആയി ചെറുക്കണമെന്ന് ഉറങ്ങാൻ വിട്ട് പാവം ഉറങ്ങിയോടെ ഞാൻ തെങ്ങ് കയറി വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ എപ്പോഴും കിടന്ന് ഉറങ്ങണം. എന്നിട്ട് ഓനെ വിടാൻ പോകും, എനിക്ക് ഉറക്കം വരുന്നതാണ് ഉറങ്ങി വിടാൻ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇന്ന് ഇരിക്കുക ഞായറാഴ്ച സമയം 12:45. ആ സ്ത്രീ വന്നിട്ട് എൻ്റെ ഫോണ് നഷ്ടപ്പെട്ട് ഒന്ന് വിളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എനിക്കത് ഫോൺ കൊടുക്കാനും പേടിയാണ്, കാരണം ഫോണിൽ പല കളിയുണ്ട് ഇന്നത്തെ കാലത്ത്. അങ്ങനെ അവൻ്റെ ചാകടക്കാരൻ വന്നിട്ട് അങ്ങനെ ഓൻ്റെ ചെറിയ ഫോണാണ്. അപ്പം ഞാൻ പറഞ്ഞ് അതൊന്ന് വിളിച്ചോട്ടെ. അപ്പോൾ അത് വിളിച്ച് അപ്പോൾ ഫോണ് പോയ വിഷമം കൊണ്ട് കരയായിരുന്നിട്ട് ആ സ്ത്രീ നോക്കണം. അങ്ങനെ ആ സ്ത്രീ വീട്ടിലേക്ക് വിളിച്ചു നോക്കി, ഇനി വീട്ടിലുണ്ടോയെന്ന് ചോദിക്കാൻ വേണ്ടി, കാരണം ബാഗിൽ വെച്ചിക്കണമെന്നാണ് പറഞ്ഞത്. പെരേക്ക് വിളിച്ചു നോക്കുമ്പോൾ വീട്ടിൽ ഫോണുണ്ട്. അപ്പോൾ ആ സ്ത്രീയുടെ ഹൃദയത്തിൻ്റെ വേദന നോക്കിയിട്ടാണ് ഒരു മനുഷ്യൻ്റെ പാവം കയ്യിൽ പൈസ എവിടുന്നൊക്കെ നുള്ളി പെറുക്കിയിട്ടാണ് ഓരോരുത്തരും ഒരു ഫോൺ മേടിക്കണത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ആ പോയ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഹൃദയത്തിൻ്റെ വേദന എന്താണെന്നല്ലോ അത് മറ്റുള്ളവർക്ക് അറിയില്ല. മറ്റുള്ളവൻ്റെ കുറേ പൈസ, മറ്റുള്ളവൻ്റെ കുറേ ഇതിങ്ങനെ കുറേ കക്കുക. ഇതിലും കാണിച്ചു തരാം. ഇങ്ങനെ കുറേ കട്ടിട്ട് ഇങ്ങനെ കുറേ ആരാൻ്റെ മുതലിങ്ങനെ കട്ടിട്ട് തിന്നിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവും ഈ ഭൂമിയിലാണ് നമുക്ക് സ്വർഗം. എൻ്റെ ഈ ഭൂമിയിൽ തന്നെ സ്വർഗം, പടച്ചോൻ്റെ അടുത്ത് സ്വർഗം ചെയ്യാന്നൊക്കെ ഉണ്ടാവും. കാരണം പടച്ചോനെ കാണാത്ത കാരണം ചിലർക്ക് എന്താ തോന്നുന്നത് അറിയാം, ദൈവം പടച്ചോനൊന്നും കാണുന്നില്ല എന്നുള്ളത്. ഈ പൈസ കയ്യിൽ വെച്ചിട്ടാ പറഞ്ഞാൽ നമ്മൾ ആരാൻ്റെ മുതൽ ആഗ്രഹിക്കരുതിട്ടാ എല്ലാവരോടും പറയുന്നുണ്ട്. നിങ്ങളൊന്നും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. നമ്മൾ ആരാൻ്റെ പൈസ ആഗ്രഹം ഒരു മൊബൈൽ വീണ് പോയാലും എന്തൊരു പണ്ടാറ വീണ് പോയാലും അത് കൊടുക്കേണ്ട ആൾക്കാരെ അർഹതപ്പെട്ട മുതൽ കൊടുക്കുക. നമുക്ക് ആ മുതൽ വേണ്ട. നമ്മളൊക്കെ ചോര നീരായിട്ട് അധ്വാനിച്ചിട്ട് കിട്ടിച്ച തിന്നാൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ കയ്യട്ടിയാണ് നടന്നാൽ മതി. അതിനൊന്നും പഠിച്ചാൽ ഒന്നും പറയില്ല. നമ്മളെ വില നഷ്ടപ്പെടും. കയ്യാട്ടി നടക്കുമ്പോൾ ആൾക്കാരെ മുന്നിൽ ഇങ്ങനെ കയ്യാട്ടി അമ്മ വല്ലതും തരണം എന്ന് പറയണ പാവങ്ങൾക്ക് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞതല്ല. നമ്മളെ കൊണ്ട് പാകല്ലെങ്കിൽ നമ്മളും കയ്യാട്ടി നടന്നോളൂ. എന്നിട്ട് പടച്ചോടടുത്ത് ചെന്നാൽ അള്ളാൻ്റെ സ്വർഗം കിട്ടും. അത് ഏത് മനുഷ്യർക്കും കിട്ടും. മറ്റുള്ളവൻ്റെ മുതലേക്ക് കട്ടിട്ട് ഓരോരുത്തരെ ചെയ്യണമെന്ന് ഇവിടെ എത്രപോലെ ആൾക്കാർ കാണുന്നുണ്ട്. രാത്രി കക്കുക, എന്നിട്ട് നടക്കുക. എന്താണ് ആ മനുഷ്യന്മാർക്ക് ബുദ്ധി എന്ന് ആലോചിച്ചൊക്കെ. കുറേ മറ്റവൻ്റെ കുറേ കട്ടിട്ട് തിന്നിട്ട് എന്താ കാര്യമുള്ളത്? എന്തിനാണ് ഞങ്ങൾ എല്ലാവരും ഇല്ല. വളരെ നമ്മളൊക്കെ ഇപ്പം എനിക്ക് എൻ്റെ യൂട്യൂബ് നമ്മളുള്ള വീഡിയോസും കാണുന്നതൊക്കെ നമ്മളൊക്കെ നല്ല വഴിക്കൂടെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഓരോ മനുഷ്യന്മാർ കാട്ടിക്കൂട്ടാണ്ട് ആ തള്ള കരഞ്ഞ കച്ചടക്കാണ്. അതിപ്പോൾ പണ്ടാസിൻ്റെ ഫോണ് ആ ബുള്ളറ്റ് ഞാൻ ഈ ക്യാമറക്ക് എന്തിനാണ് വെച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കാരണം ആരാൻ്റെ മുതൽ ഇവിടെ വെക്കുമ്പോൾ നമ്മൾ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂല ആൾക്കാർ. അവർക്കെന്താ ഈ കോലത്തിലാണ് നിൽക്കണേ, ഈ കോലും ഈ കണ്ണും കുരങ്ങട മോറും ഇതിങ്ങനെ നിൽക്കുമ്പോൾ മറ്റുള്ളവരോട് പറയാം ഞങ്ങൾ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ തോന്നുന്നാരോ ഞങ്ങൾ എടുത്തിക്കണമെന്നുള്ള ധാരണയാണ്. അപ്പോൾ ആ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടി അന്ന് 30,000-40,000 ഇപ്പോൾ ചിലവാക്കിയിട്ട് ഒരുപാട് കൊല്ലമായി, എത്ര കൊല്ലമായിരുന്നു അതിൻ്റെ ക്യാമറ ഞാൻ ആ പൈസ ചിലവാക്കി. എന്താ പറയുക, ഒരു മനുഷ്യനക്ക് നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അത് നല്ല തലക്കെട്ടും കെട്ടി നല്ല തൊപ്പിയും വെച്ച് അല്ലെങ്കിൽ ഹിന്ദുക്കളാണെന്നുണ്ടെങ്കിൽ പൊട്ടും തൊട്ട് അങ്ങനെ നല്ല രസത്തിൽ കൂടെ നല്ല രസമുള്ള മുഖവും ഷാറുഖ് ഖാൻ്റെ മുഖം സൽമാൻ ഖാൻ്റെയും അങ്ങനെ നല്ല രസമുള്ള മുഖമൊക്കെ വെച്ചാൽ അങ്ങനത്തെ ആൾക്കാർ പറഞ്ഞാൽ വിശ്വസിക്കും. എന്നെപ്പോലെ ഈ കോളത്തിൽ നിന്ന് ആൾക്കാരൊന്നും പറഞ്ഞാൽ മറ്റുള്ളവർ വിശ്വസിക്കൂല. അതിന് വേണ്ടിയിട്ട് ഇത്രയും കായ് ചിലവാക്കിയിട്ട് ഇവിടൊക്കെ ഇതാ ക്യാമറ വെച്ചിട്ടുണ്ട്. ഇതാ അവിടത്തെ ക്യാമറ. ഈ അളഞ്ഞ കച്ചവടക്കാർ ക്യാമറ വെക്കാണ്ട് മുന്നേ ഞാനാ ഈ ക്യാമറ വെച്ചത്. അതിന് കുറേ ആൾക്കാരെന്താ പറഞ്ഞാൽ മാനുവിന് ഭ്രാന്താണ്. ആരെൻ്റെ മുതൽ ഇവിടെ വില കൂടിയ സാധനങ്ങൾ ഇവിടെ കൊടുന്ന് വെച്ചിട്ട് ആൾക്കാരെ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടി ഞാൻ ക്യാമറ വെച്ചതാണ്. അപ്പോഴാണ് ഇവിടെ ഓരോ സാധനങ്ങൾ കൊടുന്ന് വെക്കുന്നുണ്ട്. പറയാൻ നിന്നത് ഒരുപാട് ആൾക്കാർ മറന്നിച്ച് പലതും പോക്കുന്നുണ്ട്. ഞാൻ ക്യാമറ ചാടിലേക്ക് ഇതാ കണ്ടോളി, നിങ്ങളെ മുതൽ ആരാ കൊണ്ടുപോയി നോക്കിയെന്ന്. അപ്പോൾ വേറെ ആൾ കൊണ്ടുപോയിട്ടുണ്ടാവും. ഇവിടെ ഇവിടെ എന്തൊരു മുതൽ വെച്ചാലും കിട്ടും. എൻ്റെ കടയിൽ 5 കോടി രൂപയുടെ മുതൽ ഇവിടെ എന്തെങ്കിലും അത് എവിടെയും പോകില്ല. എൻ്റെ പണിക്കാർ കുട്ടികൾ കക്കൂല, കാരണം അവർക്ക് ആവശ്യമുള്ള പൈസ എറിഞ്ഞിട്ട് കൊടുക്കല. കക്കരുതെന്ന് പറയും, കാരണം 10 രൂപ ഉണ്ടാക്കിക്കോളി. ഞാൻ കസ്റ്റമർ വരുന്ന അതിലുണ്ട് സാധാരണ ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട്. ഈ വിഷമം വരുമ്പോൾ ഞാൻ പറയണം, എന്നാൽ റബ്ബിൻ്റെ മുന്നേ നിങ്ങളെ കാലിൻ്റെ ചോട്ടി വീണിട്ട് ഞാൻ പറയണേ എന്നോട് പൊരുത്തപ്പെടണം. ഞാൻ എൻ്റെ വിഷമം കൊണ്ട് ഞാൻ ഒരാളെ മുതൽ കക്കാനും പോക്കില്ല. ഞാനെന്നല്ല ഈ പറഞ്ഞ ഞങ്ങളല്ല ഇവിടെ അതിന് ആൾ വന്നിട്ടുണ്ട്. ഓക്കെ സംസുക്ക ഇത് 26/6/2025
നിങ്ങൾ പൈസ പെങ്ങളെ കുട്ടിക്ക് കൊടുക്കാൻ വൈകിയ കാരണം ഓനിങ്ങനെ വിടാതെ വിളിച്ചിട്ട് അതുപോലെ ചേച്ചിക്കും കുറച്ച് പൈസ കൊടുക്കാണ്ട് ഒക്കെ നിങ്ങളെ കയ്യിലായ കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ആകെ കുടുങ്ങിയിരിക്കുന്നു. എന്നിട്ടിപ്പോൾ ഒന്ന് വേറെ അടുത്ത് സ്വർണം വാങ്ങിയിട്ട് ഒരു മാസത്തെ സമയം പറഞ്ഞേക്കുക. ഇങ്ങനെ പൈസ സംസ്കാരത്തിന് കിട്ടാണ്ട് മൂപ്പേർ കിട്ടുകയെന്നുണ്ടെങ്കിൽ എപ്പോഴാച്ചാലും ഒരു മാസം സമയം പറഞ്ഞിട്ട് മേടിച്ചിരിക്കുകയാണ്. ഇതാണ് ഇപ്പം എൻ്റെ അവസ്ഥ. നിങ്ങളെ കയ്യിലായ കാരണമൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം നാട്ടിൽ നിന്ന് വരുമ്പോൾ ചില്ലറ പൈസ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി പലർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ അത് തരാമെന്നും പറഞ്ഞ് ഇവിടുന്ന് കിട്ടാൻ നിങ്ങൾക്ക് പൈസ കിട്ടാൻ വൈകിയ കാരണം അപ്പോൾ ഞാൻ സത്യം പറയച്ചത് ഇവിടെ ബാങ്കിൽ വന്ന് നിൽക്കുകയാണ്. 26/6/2025 വീഡിയോ ആണ്. ഇപ്പോൾ ഒരാളിന്ന് വാങ്ങിയതാണ് ഒരു മാസത്തെ സമയം പറഞ്ഞിട്ട്. എന്തായാലും സാറല്ല ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ പറയുക പറഞ്ഞുതരട്ടോ. പള്ളിയുടെ അകത്താണുള്ളത്. പള്ളിയുടെ അകത്ത് നിന്നിട്ട് പറയാം ഇവിടെ ഇവിടെ ഞാൻ എൻ്റെ കുട വെച്ചിരുന്നിട്ടാ അവൻ പറഞ്ഞുതരാം. ഞാൻ അത് നുണയെന്ന് വിചാരിക്കേണ്ട എല്ലാ സംഭവം പറയും. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോണതിൻ്റെ മുന്നേ ഒന്ന് നല്ല മഴ ഉണ്ടായിരുന്നു. പുതിയൊരു കുട മേടിച്ചപ്പോൾ അവിടുന്ന് കുടക്കാരൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഒരു 10-20 ഉറുപ്പിക കുറച്ചാട്ടുകാരനെ. അപ്പോൾ അവൻ പറഞ്ഞു കുറക്കാൻ പറ്റില്ല, എനിക്ക് അതിനത്ര ലാഭമില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം എന്തോ 10 ഉറുപ്പിക 20 ഉറുപ്പിക കുറച്ചെന്ന്. ആ 20 ഉറുപ്പിക കിട്ടിയ സന്തോഷത്തിന് വേണ്ടിയിട്ട് അതെങ്കിലും കുറച്ച് കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം പുതിയ കുട വന്നിട്ട് ഈ പള്ളി ആ പള്ളിയുടെ അവിടെ ആ കോണിപ്പട്ടിയുടെ അവിടെ കൊണ്ടുവച്ച് അത് പള്ളീൻ്റെ അവിടെ പോയിട്ട് നിസ്കരിച്ച് വരുമ്പോഴത്തേനും ഒരു ദിവസത്തെ കുട ചൂടി പിറ്റേ ദിവസം ആ കുടയിട്ട് ആരോ പോയി. എന്തെങ്കിലോടൊക്കെ പറയാം. പള്ളീൻ്റെ അകത്ത് നല്ല കാര്യങ്ങളും ചെയ്യാൻ വരുന്നവരുണ്ട്, കുറേ വേണ്ടാത്ത കാര്യങ്ങളും ചെയ്യാൻ വരുന്നവരുണ്ട്. ഇതാണ് ഓരോ മനുഷ്യന്മാരുടെ അവസ്ഥ. അങ്ങനെ ഞാൻ ഈ പള്ളിക്കലല്ല മറ്റേ പള്ളിക്കലെ ഉസ്താദിൻ്റെ കൂടെ വന്നിട്ട് വീഡിയോ എടുത്തിരുന്നു പള്ളിക്കല കത്തിയത്. അപ്പോൾ ഹോട്ടലിൽ തിരക്ക ഹോട്ടലിൽ ചാടിക്കാൻ വന്നപ്പോൾ ഉസ്താദിനോട് സങ്കടം പറഞ്ഞു. ഉസ്താദ് കുട മേടിച്ചിട്ട് പള്ളീൻ്റെ അകത്ത് പോയി അവിടെ പോയി നിസ്കരിച്ചിട്ട് കുട പോയി ഉസ്താദ് പിന്നെ വിളിക്കാം. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞു കച്ചവടം ചെയ്യുന്ന അലിക്ക ചായ പിടിച്ചിട്ട് പള്ളികൾക്ക് കിടക്കാൻ വരിക. ഞാൻ പള്ളിക്ക് നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാം. മൂപ്പരെ കണ്ടോട് കൂടിയിട്ട് വീഡിയോ കട്ടാക്കി. പിന്നോട് ചാടിക്കാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു വേറെ വിളിച്ചത് ഞാൻ വീഡിയോ എടുക്കുന്നത് മൂപ്പരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് പോട്ടെ. അങ്ങനെ ഞാൻ പള്ളിക്കലെ ഉസ്താദിനെ കണ്ട് ഞങ്ങൾ ചാടിക്കുമ്പോൾ ഉസ്താദിനോട് ഞാൻ പറഞ്ഞു ഉസ്താദേ എൻ്റെ കുട ഇന്നലെ കൊടുന്ന കുട ആരെടുത്ത് കൊണ്ടുപോയിരുന്നു ഉസ്താദേ. അപ്പോൾ ഉസ്താദ് പറഞ്ഞേ ഇജ് ടെൻഷൻ അടിക്കണ്ട, അത് വിട്ടുകളി, അത് നല്ലതിനാണ് വിചാരിച്ചാൽ മതിയെന്ന്. അങ്ങനെ പോണതൊക്കെ നല്ല കാര്യത്തിനാണ്, എനിക്ക് നല്ലതിനാണ് വിചാരിച്ചാലെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പോയിട്ട് ഇപ്പോൾ ഒരു 1.5 മാസമായി. നാട്ടിൽ ചെന്നതിന് ശേഷം അതിൻ്റെ മുന്നേ കുറച്ച് ദിവസം മുന്നേ ഇതാണ് ഓരോരുത്തരാവാം. പള്ളികൾക്ക് ഓരോരുത്തർ കിടക്കും. ചില ആൾക്കാർ നമ്മളെ മൊബൈലും ഫോണും ഒക്കെ പറ്റിച്ച് എങ്ങനെയും പറ്റിക്കാൻ പറ്റുമോ നോക്കി നടക്കുന്ന ആൾക്കാർ. എന്താ ഇതിനൊക്കെ പറയാം. അങ്ങനെ ഞാൻ കുട വരിക്കുന്ന ആളടുത്ത് പോയിട്ട് അയാളോട് പോയിട്ട് വീരം പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ വിലക്കന്നെ തന്നെ അങ്ങനെ കുട കിട്ടിയെന്ന് പറയണേ. അല്ല ആ കട്ടുണ്ടായും കൊണ്ട് വേറൊരു കുട മേടിച്ചെന്ന് പറയാം. അത് കാരണം ഇപ്പോൾ ചെരുപ്പൊന്നും അവിടെ വെക്കാൻ തന്നെ പേടിയാണ്. ചെരുപ്പ് ഇപ്പം ഇന്ന് പോയിട്ട് ഇന്ന് 5/7/2025 വീഡിയോ ആണ്. അങ്ങനെ ചെരുപ്പ് ഉള്ളി കൊണ്ട് വെച്ച് ബോംബിൽ നല്ല ശ്രദ്ധിക്കണം പൊന്നാര മക്കളെ. ബോംബിൽ കുമ്പിട്ടുന്ന അണ്ടി അടക്കം അരിഞ്ഞുണ്ടാവും. ഇവിടെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇവിടുത്തെ സ്ഥലം അങ്ങനെയാണ്. എങ്ങനെ ഇതൊക്കെ ഒരു മനുഷ്യനെ പറ്റിച്ച് തിന്ന് മറ്റുള്ളവൻ്റെ പണത്തെ മോഹിച്ചടക്കണേ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ. എന്താ ഇതിലൊക്കെ എന്താ കാര്യമുള്ളത്? സ്വർഗം കിട്ടിച്ചിട്ടോ. ഞാൻ പോട്ടെ, വെക്കട്ടെ. സംസുഖ നിങ്ങൾ ഏതാ പഠിക്കണേ? മീൻ പഠിക്കണില്ല? देखो ये जो बहन है ना, ഇത് ഞാൻ एक मिनट ഇത് ഞാൻ വളരെ छोटा उम्र में मैं आया था ना. ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ 7 വയസ്സ് 9 വയസ്സിൽ വരുമ്പോൾ ഇത് ഈ സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അമ്മ മമ്മി ആയിക്കത് മമ്മി അപ്പ വേണ്ട
छोटा साल में इधर दुकान था അവിടെ എൻ്റെ കട എൻ്റെ ഉപ്പാൻ്റെ ഇളനീ കട അവിടുന്ന് ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ മാർക്കറ്റിൽ വരിക ഇവിടെ പൗണ്ട് ഇവിടെ മീൻ മേടിക്കണ മാർക്കറ്റാണ് അത്ര പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടൊന്നും വരവില്ല കണ്ടില്ല ഈ മാർക്കറ്റിൻ്റെ ചെറുപ്പത്തിൽ വന്നതാണ് ആ ചെറുപ്പം വന്നതെന്നല്ല ചെറുപ്പത്തിൽ ഇവിടെ നിന്നാണ് മീൻ മാർക്കറ്റ് മേടിക്കൽ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് നമ്മളെ സെൻട്രൽ റോഡ് സ്റ്റേഷൻ ഉണ്ടല്ലോ അവിടെയാണ് പിന്നെ അങ്ങോട്ടേക്ക് പോയതിന് ശേഷം പിന്നെ അവിടെ നിന്നാണ് മാർക്കറ്റിൽ പോക്ക് ഇന്നിപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച അങ്ങനെ പണിയും ചേരുമ്പോൾ സംശയമൊക്കെ പറഞ്ഞ് മീനൊന്ന് മേടിക്കണടാ അവിടെ ഈ പണ്ട് നിങ്ങളാ പഴയ മാർക്കറ്റിൽ പോയിട്ട് ഒന്ന് മീനൊന്ന് നോക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നതാണ് ഇവിടെ ഇന്ന അറിയാത്തവരാരുമില്ല കുറച്ച് പരിചയമുള്ള സ്ത്രീകളാണ് കാരണം അത്രയും ചെറുപ്പത്തിൽ ഇവിടെ വന്നിട്ട് ഞാനെൻ്റെ ഇപ്പൊക്കെ ഇവിടെ വന്നിട്ട് മീൻ മേടിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് വിട്ടത് ഓക്കെ ഇതാണ് ബോംബെ മാർക്കറ്റ് ഞങ്ങൾ ഫൗണ്ടല്ല മാർക്കറ്റാണ് കോട്ട് മാർക്കറ്റ് ഓക്കെ എന്നാൽ ശരിട്ടാ ഓക്കെ ബൈ എല്ലാവരോടും അഭി ലേ ലിയാ ഇത് ബോംബെയിൽ മാർക്കറ്റിൽ മീൻ കിട്ടാനില്ല ഞാൻ അപ്പോൾ അതിലെ മേടിച്ചിരിക്കാൻ എന്താ ഇങ്ങോട്ട് പറയാ ഇവിടെ എല്ലാം നല്ല ഒരുപാട് മീൻ വന്ന് ഇറങ്ങുന്ന സ്ഥലം ഇത് ഇവിടെ ഡിലക്സ് ഹോട്ടല് ഫൗണ്ടൻ പ്ലാസ് ഹോട്ടല് അതുപോലെ വലിയ ഹോട്ടലിലേക്ക് പോകണം അവിടെ ഒരു സ്ത്രീ ഇരിക്കണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് പോലും മീനില്ല അവിടെ നല്ല പുറത്തുള്ള അയില വരിക അയില മത്തി അത് അവിടെ ഒരു സ്ത്രീ നല്ല എവിടുന്നാണ് മീൻ വരല് ഇപ്പോൾ ഇല്ല ഇന്ന് ഇവിടെ ഫൗണ്ടനിൽ വന്നിട്ട് ഫൗണ്ടനിലെ മാർക്കറ്റ് അത് പക്ഷേ ഞാൻ അയില മേടിച്ച് ഇതിന് കിലോ 200 റുപ്യ തരാം നോക്കട്ടെ പറ്റിങ്ങ മേടിക്കച്ചില്ല സംസുഖ നിങ്ങളെന്താ മേടിച്ചത് സംസുഖ ഈ വലിയ മീനാണ് മേടിച്ചിരിക്കണേ കണ്ടില്ലേ നിങ്ങളെ വാങ്ങിക്കോളിട്ടാ നിങ്ങൾ വാങ്ങിക്കോളി അത് കുഴപ്പമില്ല ഞങ്ങൾ വാങ്ങിക്കോളി അയാളെ വാർത്താന അയാൾ മേടിക്കണ മീൻ വേറെയാണ് സംസുഖ എന്തായാലും നിങ്ങൾ മേടിക്കും സാധാ പാപ്ലേറ്റ് മേടിക്കണ്ട അങ്ങനെ അയാളെ കയ്യിലൊക്കെയാണ് അതാണ്ട് നമ്മളെ കൊണ്ട് അതിനുള്ള ഭാഗമല്ല നമ്മൾ കേക്ക് ചെറിയ വെത്തള് സാഫ് കറിക്ക് മിലേഗാ ഏക് മിനിറ്റ് ഞങ്ങളിപ്പോൾ ഞാൻ ഇവിടെ വെക്കട്ടാ ഹംസക്ക മേടിക്കുന്ന മീൻ ഇതാണ് ഇത് നിന്റെ നാട്ടിലെന്താ പറയണ കാളാഞ്ചി അല്ലേ അത് കാളാഞ്ചി ഇതാണ് ഇപ്പൊ നിങ്ങൾ മേടിക്കണല്ലേ അത് വാങ്ങിച്ച് ഞാനെന്ത് ചെയ്യുന്ന ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ അത് പറയാൻ പോവാണ് നീ കൊളാക്കല്ല മറ്റൊന്നും കാര്യം സംസുഖ ഇതാണ് മേടിക്കണട്ടോ പൊന്നാര മക്കൾ എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് കാണിക്കുന്നു പറഞ്ഞു അങ്ങനെ പറയരുത് അത് പറയരുതിട്ട് അയാളെ വില കളയരുത് എനിക്ക് ഈ മീൻ നന്നാക്കി തന്നിട്ടാ എന്താ കാണി പാവം 100 റുപ്യക്ക് മേടിച്ചതാണ് പിന്നെ ഞാൻ അയില മേടിച്ച് അത് 100 റുപ്യക്ക് മേടിച്ച് മറ്റേത് അവിടേക്ക് സംസുഖ എന്നോട് പറഞ്ഞേ മാനേജ് വലിയ തലാട്ടനൊക്കെ വേണ്ട എന്നോട് പറഞ്ഞ് ഇജ്ജാ വലിയ മീൻ തന്നെ കാണിച്ചാൽ മതി വെറുതെ എൻ്റെ വില നഷ്ടപ്പെടുത്താൻ അയാളിപ്പോൾ ആ മേടിക്കണ മീൻ നല്ല വില ഉണ്ട് ആ തലക്കനെ ഇപ്പോൾ അയാൾ 300 റുപ്യ പറഞ്ഞിട്ട് ഇപ്പോൾ 200 റുപ്യൊക്കെ മേടിക്കണം മൂപ്പേ ഒറ്റക്കൊള്ളും പിന്നെ എന്താ ഇപ്പോൾ കണ്ടമാനം വലിയ മീൻ മേടിച്ചിട്ട് ഞാനിത് ചെറിയ വെത്തളും പിന്നെ അയില് അപ്പം എന്തായാലും ഇവിടെ കൊണ്ട് വെക്കട്ടെ ഓക്കെ പരമകാരുണ്യകനും കരുണാനിധിയുമായ റഹ്മാനായ റബ്ബേ പരമകാരുണ്യകനും കരുണാനിധിയുമായ റബ്ബേ പറയാനും കിട്ടുന്നത് പണി തീർന്നിട്ടാ നിർത്തി വെച്ച് ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആണ് എന്നാൽ 7-ാം തീയതിയാണോ 8-ാം തീയതിയാണോ തെങ്ങൊക്കെ നനവാണ് ഇങ്ങോട്ട് കാണി ഓരോ തെങ്ങുമൊത്ത ഓല വെട്ടിയിട്ട് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഇവിടുന്ന് ഇന്ന് എന്താണ് കുറേ തെങ്ങിൻ്റെ നമ്മൾ ഉറുമ്പ് കടിച്ചൊരു ബൈക്കാക്കി സംശയമൊക്കെ ചെയ്തോടി ഞാൻ ഇത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കട്ടെന്ന് കണ്ടില്ലേ ഇത്തിരി ഓല വെട്ടുകയെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചോളൂ മനുഷ്യൻ്റെ അവസ്ഥ മനുഷ്യനാണ് മുൻതാപ്ര മൃഗം ആനെ കൊണ്ട് പണിയെടുപ്പിക്കല്ലേ എന്നെ പോലെ കുറേ കാണിച്ചു തരണം എന്നൊക്കെ അറിയണം ഈ തെങ്ങിൻ്റെ മുകളിൽ സംഭവം നിങ്ങൾ പറയും ഞങ്ങൾക്ക് കാണിച്ചില്ല ഞങ്ങൾ എന്ത് ചെയ്യാനാടാ ഇജ്ജത്തിനാടാ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്താൽ നോക്കണം ഇത്തിരി ഓല ഒരു തെങ്ങിൻ്റെ മുകളൊക്കെ വെട്ടുകയെന്ന് പറയുമ്പോൾ എങ്ങനെ ഇപ്പം നിങ്ങളെ ഞാൻ ബോധിപ്പിക്കുക എന്നൊക്കെ അറിയണില്ല അല്ലാ പറച്ചോനെ എൻ്റെ റബ്ബെ ഞാൻ കൂടെ പറയണം എന്താ പറയുക എൻ്റെ സംസീറാക്ക ആ വാള് കൂടുന്ന കാരണം ഞാൻ എപ്പോഴും പറയാണ് ആ മനുഷ്യൻ്റെ കാരണം കൊണ്ട് എനിക്ക് എൻ്റെ ശരീരത്തിന് വളരെ വേദന കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് കാരണം ബ്ലേഡ് കൊണ്ട് ഒരു വെരിയാണ്ട് വലിച്ചാൽ മതി ഉണ്ടെങ്കിൽ ഒരൊറ്റ വെരിയാണ്ട് വലിച്ചാൽ അതിൻ്റെ പൂരനാണ് നേരെ മറിച്ച് മടാളാകുമ്പോൾ അരിവാങ്കത്തി ആകുമ്പോൾ വെട്ടി ഒരു ബൈക്കാവും കാരണം നാട്ടിലെ മാതിരി ആരും അങ്ങനെ ഓല വെട്ടാൻ പറയില്ല രണ്ട് ഓല ചൂലുണ്ടാക്കാനൊക്കെ വെട്ടാനേ പറയുള്ളൂ ഇവിടെ അതല്ല ഇവിടെ ഭയങ്കര ഡേഞ്ചർ പിടിച്ച സംഭവമാണ് മനസ്സിൽ വിഷമം
വിഷമം വരുമ്പോൾ വീഡിയോ എടുത്ത് വിടണം. അല്ല നിങ്ങളോടുള്ള വെറുപ്പ്, നിങ്ങൾക്ക് എന്നോട് വെറുപ്പുണ്ടാവും ഇങ്ങനെ വിടാതെ ഈ തോട്ടങ്ങളൊക്കെ വീഡിയോ എടുത്ത് വിടുമ്പോൾ. ആ സിൻസിറാജ് ജനല്ലേ വിടല് ചേച്ചി എന്താ അറിയോ അപകടം പിടിച്ച പണി. ആ സംസിറാക്ക വാള് തന്നതുണ്ടല്ലോ കുറച്ചോനെ എന്നും ആ മനുഷ്യനൊക്കെ വേണ്ടി ദുആ ചെയ്യും. ഗൾഫിൽ നിന്ന് ആ പാവം ഇനി എനിക്ക് വേണം ഇനി കേടി വരുമ്പോൾ പറയും ഞാൻ കൊടുത്തയക്കാമെന്ന് പറഞ്ഞു. എത്രയോ കോടിക്കണക്കിലുള്ള വല്ല വാക്കാണ് ആ മനുഷ്യൻ. എൻ്റെ റബ്ബിനോട് പറയണം അള്ളാഹുവേ ആ മനുഷ്യനക്ക് ഒരു അസുഖം കൊടുക്കരുത്. സംസുഖാൻ്റെ മുന്നിൽ തന്നെ പറയാം. സംസിറാക്കാനെ മറക്കാൻ പറ്റില്ല കേട്ടോ. ആ വാള് തന്ന ആ എൻ്റെ ജ്യേഷ്ഠന് ആ വാള് തന്ന ആള് ആ മടാള് വെട്ടുമ്പോൾ എന്താണ് എൻ്റെ അവസ്ഥ? ഈ കണ്ട ഓല വെട്ടുമ്പോൾ നിങ്ങൾ പറയും എത്ര വെട്ടണം. ആ വെട്ടുമ്പോൾ തന്നെ ഈ കയ്യിൻ്റെ ഈ ഒരു ഇതും കാലുമേ മനുഷ്യൻ്റെ വേദനയും ആ മണിക്കൂറോളം തെങ്ങുമ്പോൾ ആ സംസിറാക്ക തന്നതിൻ്റെ ശേഷം എനിക്ക് എന്താ സുഖം? എൻ്റെ പണിയുടെ കടുപ്പം സുഖമല്ലേ? കൊടുക്കണ അള്ളാഹു ഒരു രോഗം പോലും ആ പാവത്തിന് കൊടുക്കരുത്. റബ്ബാണ് സംസിറാക്കും സംസിറാക്ക കുട്ടികൾക്കും ഉമ്മാക്കും ഉപ്പാക്കും മക്കൾക്കും. ആ ഇത് ഈ ദുആ പ്രത്യേകിച്ച് സംസിറാക്കുള്ള. ബാക്കി ഞാൻ ദുആ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സംസിറാക്കാക്ക് അല്ല എന്തെങ്കിലും സംസിറാക്കാക്ക് വല്ല അപകടം വരാൻ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേത്തേക്കൊണ്ട് വന്നാൽ മതി. ആ മനുഷ്യർക്ക് വരാൻ പാടില്ല. ഞാൻ പറഞ്ഞു ആ മനുഷ്യർക്ക് എൻ്റെ റബ്ബിൻ്റെ സത്യം അള്ളാഹിൻ്റെ റസൂലിനെ സാക്ഷി നിർത്തിയാൽ പറഞ്ഞാൽ ആ മനുഷ്യർക്ക് ഒന്നും വരരുത്. എന്ത് വരാൻ പോകുന്നെങ്കിലും എൻ്റെ ദേഹത്തേക്ക് കയറിയാൽ മതി. എന്തൊരു വല്ല അപകടം ഉണ്ടെങ്കിലും പക്ഷേ അത്രയ്ക്ക് എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ടാണ് പറയും. മറക്കൂലെന്നോ. അതുപോലെ എൻ്റെ പെങ്ങളെ കുട്ടി പൈതൽ പറഞ്ഞ പാടനെ 5 വാളേറ്റ് വന്നിട്ട് കസ്റ്റംസ് പിടിച്ച് 5 ഇപ്പം അടുത്ത് വരുമ്പോൾ ലഗേജിലിട്ട് വന്നില്ല. ആരോടാ പറയുകയൊക്കെ എന്തായാലും സാധാ സംസിറാക്കൊക്കെ എൻ്റെ എപ്പോഴും ഈ തെങ്ങിൻ്റെ മുകളിൽ കയറുമ്പോൾ എൻ്റെ സംസിറാക്കാൻ ഏത് സാധനം ഇങ്ങനെ മുറിക്കുമ്പോൾ അങ്ങനെ മുറിയുന്ന സമയത്തുണ്ടല്ലോ എൻ്റെ ജ്യേഷ്ഠനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രക്കും പ്രയാസപ്പെടുന്ന പണിയാണ്. ആരും വരുന്നില്ല. നിങ്ങൾ പറഞ്ഞ പോലല്ല. അതേമാതിരി തെങ്ങിൻ്റെ മുകളിൽ ഇളനീനുണ്ടില്ല. അപ്പോൾ സാറുമാർ പറഞ്ഞ ചേച്ചി ഓല വെട്ടുന്ന്. അപ്പോൾ ഈ ഒരു തെങ്ങുമ്പോൾ ഓല ഇളനില്ലാത്ത തെങ്ങിൻ്റെ മുകളിൽ ഓല വെട്ടുമ്പോൾ തെങ്ങേറ്റക്കാർക്ക് 300-350 രൂപ ഇവിടെ കൂലി കൊടുക്കണം. അപ്പോൾ അതും കൂടി റബ്ബ് എന്നെ പഠിപ്പിച്ച്. അപ്പോൾ എനിക്കൊരു 10 രൂപ കിട്ടുന്നുണ്ട്. എൻ്റെ അധ്വാനം ഞാൻ സ്വയം തെങ്ങ് കയറുന്നത്, ഞാൻ സ്വയം വണ്ടി ഓടിക്കണം, ഞാൻ തന്നെ സ്വയം കടയിൽ കൊണ്ടിരുന്നത് ഒക്കെ ജനങ്ങൾക്ക് ഞാൻ വളരെ വില കുറവിൽ കൊടുക്കുന്നുമുണ്ട്. അല്ലാതെ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ കുട്ടികൾ മാത്രം തിന്നണം എന്നുള്ള നെയ്യത്തില്ല. ജനങ്ങൾക്കും ഞാൻ അതേമാതിരി 10 രൂപ ഇവിടെ കിട്ടുമ്പോൾ അതേ 10 രൂപ അത് ആലോചിച്ചിട്ട് ജനങ്ങൾ പല ഭാഗത്തും വരുന്നുണ്ട് എൻ്റെ കട തേടിയിട്ട്. എവിടെ നിന്നൊക്കെ വണ്ടിമ്മ വരുന്നതെന്ന് അറിയാം, പെട്രോളിൻ്റെ എണ്ണ അടിച്ചിട്ട്. കാരണം ആ കടയിൽ വന്നാൽ ഇവിടെ വില കുറച്ച്. അല്ലാതെ ഞാൻ ജനങ്ങളായിട്ട് പീഞ്ഞ് വാങ്ങിയിട്ട് എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുട്ടികൾക്കും ഇന്നെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്തോളി. യൂട്യൂബിൽ കൂടെ എല്ലാം പൈസ വന്നാൽ അത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, അതാണ് യഥാർത്ഥ സത്യം എന്നുള്ളത്. കാരണം പഠിച്ചവരെ ബുദ്ധി എൻ്റെ തലയിലില്ല, പഠിക്കാത്തവൻ്റെ ബുദ്ധി വേറെ ലെവലിൽ കൂടെ പോകും. ഞാൻ ഒരാളെ പണം ആഗ്രഹിച്ചിട്ടോ ഒരാളെ ഒരു ക്വസ്റ്റ്യൻ 5 കോടി കൊടുത്തിട്ടാലും ശരി തെങ്ങിൻ്റെ മുകളിൽ നിന്ന് എന്താ പറഞ്ഞത് നിങ്ങളിവിടെ കൊടുത്ത ഒറ്റ തട്ടാണ് തൊട്ടു. എനിക്ക് ഞാൻ ആ പണത്തെ ആഗ്രഹിച്ച് നടക്കുന്ന ആളല്ല. ഒരാളെ പൈസ വേണ്ട. റബ്ബിനോട് എപ്പോഴും പറയണം അള്ളാഹു അധ്വാനിച്ചിട്ട് കിട്ടുന്ന പൈസ മതി. അതിൽ നിന്നിട്ട് വരുന്നവർക്കൊക്കെ കൊടുക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ഇവിടെ ലോകത്തോടൊന്ന് വിട പറഞ്ഞു പോകണം. അല്ലാതെ മറ്റുള്ളവൻ്റെ കുറെ തിന്നിട്ട് കുറച്ച് കാലം ജീവിക്കുക, എന്നിട്ട് മനുഷ്യ ഇവിടെ തെറ്റ് ചെയ്യുക, എന്നിട്ട് കോടിക്കണക്കിന് വർഷം അതുപോലെ അവിടെ ദൈവത്തിൻ്റെ അടുത്ത് കടന്നു ചെല്ലുള്ള ആളാണ്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനായാലും ശരി. ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രം സ്വർഗ്ഗമുള്ളൂ, ഹിന്ദുക്കൾക്ക് അതൊന്നുമില്ല. പറച്ചോൻ്റെ അടുത്തില്ല. പറച്ചോനക്ക് എല്ലാവരും കണക്കാം. ഞാനാ പറഞ്ഞത്. പറച്ചോനക്ക് എല്ലാം തെറ്റ് ചെയ്യാതെ പറച്ചോനടുത്ത് ചെന്നാൽ മതി. ഞാൻ അതിൻ്റെ ആളാണ്. നമ്മൾ ആരും തെറ്റ് ചെയ്യാതെ മുസ്ലിമായ ഞാൻ 5 നേരം നിസ്കരിക്കുക, ദുആ ചെയ്യുക, ഓതാനുള്ളത് ഓതുക, എല്ലാം ചെയ്യണം. നോമ്പ് നോക്കണം. അത് മുസ്ലിമിന് പറഞ്ഞ കാര്യമാണ്. ഹിന്ദു ആയ എനിക്ക് ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചിട്ട് ഓൻ്റെ വിഷമവും കാര്യങ്ങളും ഓനും അമ്പലത്തിൽ പോയിട്ട് മണിക്കൂറോളം പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ പറച്ചോനിക്ക് തന്നെ എല്ലാം ചെയ്യണം. ഏകനായ ദൈവത്തിന് തന്നെ എല്ലാവരുടെ പ്രാർത്ഥന. ദൈവം ഒരാളെ കൈ വിടില്ല. അങ്ങനെ മുസ്ലിങ്ങൾക്ക് മാത്രം ഇവിടെ താജ്മഹൽ പണി ചെയ്ത് കൊടുത്തിക്കണേ, ഹിന്ദുക്കൾക്കൊന്നും അങ്ങനെ ഒന്നുമില്ല. പറച്ചോൻ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഈ ഭൂമിയിൽ കാണിച്ചുകൊണ്ടിരിക്കണം. നല്ല ചെയ്താൽ അങ്ങോട്ട് പോയാൽ പറച്ചോൻ്റെ അടുത്തേക്ക് ചെന്നാൽ എല്ലാവർക്കും ഉണ്ടാവും. അല്ല ഹംസുക്ക, ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്താൽ എല്ലാ പറച്ചോനക്ക് എല്ലാവരും കണക്കല്ലേ. അതിൽ മുസ്ലിങ്ങൾക്ക് മാത്രം സ്വർഗ്ഗം, ഹിന്ദുക്കൾക്ക് നേരെ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ കാണിക്കണം നിങ്ങളെ ഹൃദയം നന്നാക്കിയണ്ടല്ലോ. ആ ഹൃദയത്തേക്കാണ് പറച്ചോൻ്റെ നോട്ടം. നിങ്ങളെ വിഷമം ഉണ്ടെങ്കിൽ റബ്ബിന് കടക്കും നിങ്ങളെ ഹൃദയത്തേക്ക്. ഈ വിഷമം വരുമ്പോൾ ഞാൻ പറയണതാ. കൃഷിപ്പണി ഉണ്ടായിരുന്നു. എന്നെ പ്രസവിച്ചിട്ട് ഞാൻ ഇവിടുന്ന് കറിഞ്ഞപ്പോൾ എനിക്ക് മുല നേരമെന്നറിയാമോ? എച്ചിമ കൊയ്ത്തി എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അതായത് സത്യമാണ്. അള്ളാഹാണ് സത്യമാണ്. റബ്ബാണ് സത്യങ്ങൾ അല്ല. റബ്ബാണ് സത്യങ്ങൾ. ഈ പറഞ്ഞ സത്യമാണ് അല്ലേ? അന്നാ മതി. പിന്നെ അന്നാ മതി. കാരണം എന്താ അറിയോ, ഞാൻ പറഞ്ഞ അറിയോ, നിങ്ങൾക്കൊരു വിഷമം സംശയിക്കാം. ഒരു മിനിറ്റ് ആൾക്കാർക്ക് ആളുകളൊക്കെ ഈ അറിയുന്ന എത്ര പ്രചരിപ്പിക്കണം.
അത് പാടില്ല അമ്മ. പാടില്ല, സത്യമാണ് പറഞ്ഞത്. കാരണം എന്താ പറയുക, ഒരു മിനിറ്റ് സംശയിക്ക, ആൾക്കാർക്ക് എൻ്റെ വർത്തമാനം കേൾക്കുന്നതിനെ പിരാന്ത. ഞാൻ പറഞ്ഞ എന്താ പറയുക, ഇതിങ്ങനെ ഉള്ളത് പറഞ്ഞ ഇഷ്ടമല്ല. എവിടെ കാര്യം പറ്റും സംശയിക്ക. കാരണം എന്താ പറയുക, നിങ്ങളെ മനസ്സിനുള്ളിൽ പടച്ചോനെ നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോണ്ടല്ലോ പടച്ചോൻ നിങ്ങളെ ഹൃദയത്തേക്ക് കടന്നു വരുന്നുണ്ട്. അത് നിങ്ങൾ ആരും അറിയണില്ല. നിങ്ങൾ മാനസികമായ ഭയങ്കര വിഷമിച്ച് ഹൃദയം വേദനിക്കുമ്പോണ്ടല്ലോ ഞാൻ എപ്പോഴും പറയണ്ടേ, നിങ്ങൾക്ക് ഒരു 10,000 ആണോ അല്ലെങ്കിൽ 50,000 ആണോ ആരടുത്തേക്ക് കടന്നു ചെല്ലുക എന്നുള്ള ആ ഹൃദയം വേദനിച്ച് എടുക്കുമ്പോഴാണ് നിങ്ങൾ വേറെ ഒരു തന്നെ. നിങ്ങൾക്ക് എത്രയോ ആൾക്കാരുണ്ട്, പക്ഷേ ആ ആളെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഏതോ ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കെന്താ പറയുക, അനക്ക് 100 ആയുസാണ് ഞാൻ അപ്പം എന്നെ പറ്റി ആലോചിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്താണ് നിങ്ങൾ ഓനെ പറ്റി ചിന്തിച്ച് ഓനെ ഓട്ടോമാറ്റിക് നിങ്ങളെ പറ്റി ചിന്തിച്ച് അങ്ങനെ കയറി ചെല്ലുമ്പോൾ 5,000 10,000 ചോദിക്കുമ്പോൾ മനുഷ്യൻ എടുത്ത് തരും. അതൊക്കെ സംഭവമാണ്. അപ്പോൾ എവിടെയാണ് പടച്ചോനെ നോട്ടം എന്താ പറയുക, നിങ്ങളെ മനസ്സ് നന്നാക്കുക. എന്നിട്ട് ജനങ്ങളുമായിട്ട് നല്ലപോലെ എല്ലാവരും കൂട്ടിച്ചേർത്ത് പിടിക്കുക. മിണ്ടാപ്രാണികളായി നായായി പൂച്ചായി എന്തായി എല്ലാത്തിനും ഒരുപോലെ കണ്ണുകൊണ്ട് 2 ക്യാമറയാണ് കണ്ണിന്, സ്പീക്കർ ഇത് തൂണാണ്, ഇത് ചിറകാണ്. ഇതൊക്കെ ഭ്രാന്ത്. തെങ്ങുമ്പോൾ കയറുമ്പോൾ ഉറുമ്പ് കടിക്കുമ്പോൾ ഒക്കെ പറയണം. എൻ്റെ വീഡിയോ കണ്ടിട്ട് നാളെ നിങ്ങളെല്ലാവരും പടച്ചോൻ്റെ അടുത്ത് കല്ലേ. എന്നിട്ട് പടച്ചോൻ ചോദിക്കും എന്താ അറിയോ, ഇങ്ങനെ ഒരു ചെക്കൻ ഇങ്ങനെ കുറേ പറഞ്ഞില്ല, ആരൊക്കെയാണ് അത് കേട്ടുകാരൻ നിങ്ങൾ പറഞ്ഞാൽ മതി. ആ ചെക്കൻ ഭ്രാന്തനാണ്, ആ ചെക്കൻ പലതും പറഞ്ഞ് ആ ചെക്കൻ്റെ വാക്കൊന്നും ഞങ്ങൾ കേൾക്കില്ല. ഞങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ച് ഇത് മുകളിലേക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് സ്വർക്കാൻ ഇങ്ങോട്ട് തന്നാളിന്ന് പറഞ്ഞാൽ അപ്പോൾ പടച്ചോൻ പറയും ഇങ്ങോട്ട് വായോ പറയും. നമ്മൾ കൂടുതൽ പറഞ്ഞു ഞങ്ങൾ പണി നിർത്തുക. ഇനി കമൻറ്റ് വരിട്ടാ, എടാ അനക്ക് ഭ്രാന്താടാണ്. അത് ശരിയാണ്. പിന്നെ ഒരു മിനിറ്റ് സംശയം വിഷമം കൊണ്ടാണ്, അതായത് മനസ്സിൽ എന്താ പറയുക, ഒരു 100 ആയുസ അപ്പോൾ പറയാൻ നിൽക്കരുത്. നായ ആരോ കമൻറ്റിൽ ചെയ്തിങ്ങനെ കടിക്കണ നായ കുരക്കൂല, കുരക്കണ നായ കടിക്കൂല. എന്താണ് ഈ കുരക്കണ നായ കടിക്കാത്തത് അറിയോ? ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അവർ വീട്ടിൽ വളർന്ന നായച്ച അങ്ങനെ കുരച്ചുകൊണ്ടിരിക്കും. എന്താ പറയുക, നിങ്ങൾ കിടന്നോ വീട്ടുകാരെ ഉണർത്തുകയാണ്. അതിനാ വീട്ടുകാരെ ഉണർത്താനെ ഒന്ന് നീക്കുന്ന പറഞ്ഞിട്ട് നിങ്ങളെ വീട്ടിൽക്കാരോ വന്നിട്ടുണ്ടെന്ന്. അപ്പോഴാണ് ആ വീട്ടുകാരുണ്ട് ഉണരുമ്പോഴാണ് അവിടെ ജനങ്ങളൊക്കെ അവിടെ പിടിച്ചിട്ട് അടിക്കണത്. അതാണ് ഈ കടിക്കണ നായ കുരക്കുക. ഞാനിങ്ങനെ കുരച്ചുകൊണ്ടിരിക്കും. ഇന്നലെ നിങ്ങൾ കണ്ടില്ല, ഒരു ഫോണിട്ട് വന്നപ്പോൾ അതിന് മുനിസിപ്പാലിറ്റി വണ്ടിയിട്ട് വന്ന്. അപ്പോൾ ഞാൻ കുരക്കുള്ളൂ, പക്ഷെ ഞാൻ കടിക്കില്ല. അതിന് ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു കോളാണ്ട് പോകും. ആ ഫോണിട്ട് പോയി അങ്ങോട്ട് വേറൊരു സെക്കൻഡ് ഞാൻ നാളെയും കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഫോൺ എമർജൻസി കോൾ വിളിച്ചിട്ട് ഒറ്റ വണ്ടിയിട്ട് വരുത്തു ഞാൻ. കാരണം നിങ്ങൾക്ക് ഇന്ന് ഞായറാഴ്ചത്താ നാളത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഒന്ന് ചിരിക്കുന്നു സന്തോഷം കൊണ്ട്. മാഷാ അല്ലാ, 2 തട്ട് കസ്റ്റമുണ്ട് അവിടെ മണ്ണാര മക്കളെ. ഡ്രൈവറില്ലല്ലോ മുകളിൽ ഡ്രൈവറില്ല. എൻ്റെ പണിക്കാരൻ ചേർക്കാൻ പറഞ്ഞ് ഒരു മീൻകറി ഒന്ന് ഉണ്ടാക്കി തരാൻ പറ്റുമോ? കുറേ ദിവസമായി നിങ്ങളെ നാട്ടിലെ മീൻകറി കൂട്ടിയിട്ട്. ഞാൻ നാട്ടിലായിരുന്നല്ലോ, അപ്പോൾ ആ പാവത്തിന് വേണ്ടിയിട്ട് തേങ്ങ അരച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കിയാണ്. പിന്നെ അന്ന് ആവോലി കൊടുന്നതാണ്. അപ്പോൾ ഇതും കൂടി ആയിട്ട് ഇന്ന് ഉണ്ടാക്കിയാണ്. 4-ാം തീയതി ഇന്നലെ ഓന് കഞ്ഞി ഉണ്ടാക്കിയ വീഡിയോ അതിൻ്റെ കൂടെ വിടാം. ഓക്കെ. മീൻകറിയിൽ മല്ലിച്ചപ്പ് ഇടാൻ മറക്കരുത് കേട്ടോ, അത് നിർബന്ധം കേട്ടോ. ഇട്ട് കഴിഞ്ഞാലാണ് ആ കറിക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് ഉണ്ടാവുക. ഇവന് ഒരു മാസമായി ഇപ്പോൾ എനിക്ക് ഇവൻ്റെ അമ്മയോട് ആവോലി കൊടുന്ന് എന്നിട്ട് ഇപ്പോൾ ഇത് പൊരിക്കാടുത്തൊക്കെയാണ്. ഓക്കെ. അസ്സലാമു എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും ഞാൻ പറയാണ്, ഇത് നമ്മളെ കാക്കാണ്. കാക്ക നിങ്ങളെ പേരെന്തായിരുന്നു? എൻ്റെ പേര് അബ്ദുസമദ്. തലക്കടുത്തൂര്. എൻ്റെ യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ വന്നേലെന്ന്. നമ്പർ അതിൽ കിട്ടാത്തതുകൊണ്ടേ നേരിട്ട് മറവഞ്ചേരിന്ന് കണ്ടപ്പോ അന്വേഷിച്ച് പിടിച്ചു വന്നത് അവിടെ. ഇന്നിപ്പോ എത്ര 1/7/2025 8 മണിക്ക് വന്നതാ. കാരണം മൂപ്പരേക്ക് ബോംബൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ മറവഞ്ചേരി വന്നിട്ട് അന്വേഷിച്ച് വന്നൊക്കെയാണ്. അപ്പോഴാണ് ഞാൻ അത് മൂപ്പര് വന്നത്. സംസുക്കാരോടും പറയാണ്, സംസുക്ക ഇതൊക്കെ വന്നിട്ടുണ്ട്, രവിയേട്ടനോടും നമ്മളെ കാലിക്ക എല്ലാവരും ഉണ്ട്. എൻ്റെ ബോംബിൽ എല്ലാവരും ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതൊക്കെ നമ്മളെല്ലാവരും ഉണ്ട്. ഇറങ്ങി കച്ചവടക്കാർ സാധാ. അപ്പോൾ ഇവരെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് വന്ന ആൾക്കാരാണ് സാധാ. ഞാൻ ഒരു ബോംബെയിലേക്കൊക്കെ വരലുണ്ട്. അപ്പൊ നമുക്ക് ഞാൻ അവിടെ എല്ലാവരും പരിചയപ്പെടാം. എല്ലാവരും ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു പേടി പറയണ ബോംബെയോട് വന്നു കഴിഞ്ഞാണ്ടല്ലോ നമ്മളെ പോലെ എല്ലാ കുറെ നല്ല ആൾക്കാരുണ്ട്. സംസയ്ക്ക്, കാന്തിക്ക്, രവിയേട്ടന്, അങ്ങനെ പലരും ഉണ്ട്. അപ്പൊ എല്ലാരും എന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് എന്നെ പറ്റി അറിഞ്ഞിട്ട് വന്നതാ. അപ്പൊ അങ്ങനത്തെ ഒരാളെ തേടി പിടിച്ച് വന്നിങ്ങനെ ഇവരുടെ മറുവഞ്ചനൊക്കെ ചോദിച്ചിട്ടാ വന്നിക്കണേ സാധാ. അപ്പൊ എല്ലാവരോടും പറയണേ, സംസുകാരുടെ എല്ലാവരോടും സാധാ പേര് വന്നിട്ടുണ്ട് കേട്ടാ. ആ എന്നാ ശരി. പിന്നെ അതേപോലെ ഇവിടുന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടെന്നോ
മമ്പറത്തുനിന്നേ എന്താ പേര് മറന്ന പറഞ്ഞിരുന്നില്ല. ഗുരുവായൂരിന്ന് ഇന്നലെ മിഞ്ഞാന്ന് ആൾക്കാരെ വിളിച്ചിട്ട് അപ്പൊ ഞാൻ എന്റെ അളിയന്റെ വണ്ടി കൊടുക്കാണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിൽ നിന്നിട്ട് അളിയനക്ക് വിളിച്ചിട്ട് അങ്ങനെ വന്ന ആൾക്കാരെ. അപ്പൊ ഞങ്ങള് ഞങ്ങള് മിസ്സായിക്കൂല. അപ്പൊ ഇവര് എന്താ ഞാൻ ഇല്ലാത്തൊക്കെ വെപ്പതാക്ക് ഇതാ വന്നിക്കണ്. എന്റെ വീഡിയോ കണ്ടിട്ട് എന്റെ വീഡിയോ എന്താ പറഞ്ഞാൽ ഞാൻ സത്യം ഇല്ലാത്തത് പറഞ്ഞിട്ടത് പറഞ്ഞിട്ടില്ല. അത് കേട്ടോ, ഞാൻ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ല. ഞാൻ ഉള്ള കാര്യം പറഞ്ഞിട്ട് ഇവർക്ക് എന്നോട് ഇഷ്ടപ്പെട്ട് വന്നതാ. ഇല്ല കാക്ക, അല്ല ഞാൻ എന്തെങ്കിലും നോണാ പറഞ്ഞിട്ട് എന്റെ ജീവിത ചരിത്രം ഡയറക്റ്റ് ഇപ്പൊ ഒരു അരമണിക്കൂർ മുമ്പാണ് നേരിട്ട് കാണുന്നത്. എന്റെ ജീവിത ചരിത്രവും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇന്നത്തെ ആൾക്കാർ എന്നെ തേടി വന്നത്. അല്ല ഒന്നിനും വന്നല്ല, എന്നോടുള്ള ഇഷ്ടം കൊണ്ട് വന്നതാ. കാരണം തീർച്ചയായിട്ടും അത്രയും ചെറുപ്പത്തിൽ പോയി റോഡുമൊക്കെ എടുത്തിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ കാരണം നിങ്ങൾ വന്നല്ല. അത് മതി, ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് വന്ന് എന്നെ തേടി വന്നു. സംസുക്ക ഇത്ര മതി, സന്തോഷായിട്ടോ. അസ്സലാമു അലൈക്കും.